ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ സ്റ്റേജ് 3 പ്രൊവിഷണൽ ആൻസറൊക്കെയാണ് പറയുന്നത്. വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചതാര്? ഇനി LDC എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നയങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായിട്ടാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? അന്താരാഷ്ട്ര വ്യാപനം നിയന്ത്രിക്കുക. അത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ല. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിൽ. ഓപ്ഷൻ ബി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഓപ്ഷൻ ബി. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഏത് അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ഡി. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏത്? ഇൽമനൈറ്റ്. ഓപ്ഷൻ സി. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടകയാണ് ഇവർ ആൻസറായിട്ട് തന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം എന്തെല്ലാം? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓപ്ഷൻ എ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻ ബി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബറി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. മുകളിൽ 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ ബി. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാര്? അക്കമ്മ ചെറിയാൻ. ഓപ്ഷൻ സി. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? കാനഡ. ഓപ്ഷൻ ബി. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. ലോകസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഓപ്ഷൻ ബി ആണ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്?
അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അത് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ സി, 1 മാത്രം. കാലക്രമത്തിൽ എഴുതുക. ആദ്യം വരുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. അപ്പോൾ ആ ഓപ്ഷൻ ഏതാണ്? 3, 3, 1, 2, 4. പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. വകുപ്പ് മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് കഴിഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. ഓപ്ഷൻ സി. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 മാത്രം. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് ആൻസറായിട്ട് വരുന്നത്. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി, കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1916 ഭാഗം 5. ഓപ്ഷൻ ഡി ആണ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. ഓപ്ഷൻ സി. ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത്? പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. ഓപ്ഷൻ എ. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണമെന്ത്? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. ഓപ്ഷൻ ബി. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG. ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി. കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആസ്ട്രാസെനെക്ക. ഓപ്ഷൻ ബി. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം? ഓപ്ഷൻ ഡി, 20 സെൻറ്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തന തത്വം? പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ? കോപ്പർ, ടിൻ, സിങ്ക്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH? 5. ഓപ്ഷൻ എ. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം? ടേബിൾ സാൾട്ട്. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൾ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്.
ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്ന ബാറ്ററികൾ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ലിഥിയം. ചേരുംപടി ചേർക്കുക. മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. 4. പി എൻ ഗോപികൃഷ്ണൻ്റെ ആണത്. B3 ആണ് വരുന്നത്. അനിതാ തമ്പിയുടെയാണ്. അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റഞ്ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. റെയിൽ വക്കത്ത് നിന്നൊന്നേ രണ്ടെണ്ണെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. C2 പി രാമൻ്റെതാണ്. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം. അസീം താന്നിമൂട്. ഓപ്ഷൻ D1 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തതേത്? തോരണയുദ്ധം. ചേരുംപടി ചേർക്കുക. ഇറാനിമോസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇറാനിമോസ്, കരിക്കിട്ടോക്കരി, പീലിപ്പോസ്, അടി, ഉണ്ണിച്ചെക്കൻ, അടിയാളപ്രേതം, വാവച്ചൻ, മീശ. ഇറാനിമോസ്, കരിക്കിട്ടോക്കരി, പീലിപ്പോസ്, അടി, ഉണ്ണിച്ചെക്കൻ, അടിയാളപ്രേതം, വാവച്ചൻ, മീശ. ഓപ്ഷൻ സി ആണ് വരുന്നത്. മുസരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തതേത്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എല്ലാം തെറ്റ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ഓപ്ഷൻ എ. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ OS. താഴെ തന്നിരിക്കുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായിട്ടുള്ള അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏത്? മുകളിൽ പറഞ്ഞവയെല്ലാം. താഴെ പറയുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. പോക്സോ നിയമം നിലവിൽ വന്നത് 2012. ഓപ്ഷൻ ഡി. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? 1 വർഷം വരെ തടവോ 20,000 രൂപ വരെയോ പിഴയോ. ഓപ്ഷൻ സി. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഓപ്ഷൻ സി. 6 അംഗങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഇതിന് വരുന്ന ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. അതായത് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും മുൻവിധി കാണിക്കുക, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നു, ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുക. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ. ഓപ്ഷൻ സി. k+1/k-2 = 0. k > 0 ആയാൽ k⁻29 + 1/k⁻29 - 2ൻ്റെ വില എത്രയാണ്? 0. ഓപ്ഷൻ ഡി. 16 ÷ 4
equal to 74, 35 divided by 7 equal to 85, 55 divided by 5 equal to 1011 ആയാൽ 49 divided by 7 equal to 137. x minus 1 by x equal to 1 by 2 ആയാൽ x not equal to 0. എന്തായിരിക്കും 4x² + 4/x²ൻ്റെ വില 9. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനയുണ്ടാവും? 125%. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ 180 ഡിഗ്രി ആകും? 3 തവണ. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് 10%. 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഞായർ. ശ്രേണി പൂർത്തിയാക്കുക. YEB WFD UHG SKI QOL. ഓപ്ഷൻ സി. ഒറ്റയാനേത്? 875. ഓപ്ഷൻ എ. ഒരു സമാന്തര ശ്രേണിയിൽ 7-ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ തന്നെ 11 പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമായാൽ ആ ശ്രേണിയുടെ 18-ാം പദം ഇവ ഒന്നുമല്ല. ഓപ്ഷൻ ഡി. Hurrah, he won the match. Identify the part of speech of the underlined word. Interjection. The singular form of the word jeans is jeans. Option B. Your marks are good, but you can do comparative degree good in the better. The test was put off, postponed. The flies fell OFF, off the shelf. The idiom once in a blue moon, rarely. Antonym of the word regular, irregular. We do our work, don't we? Question tag. Expansion of ETC, ETC, ETERA. Option A. There is a long queue, QUEUE. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. ഓപ്ഷൻ ബി. നാഴികയുടെ 60 പങ്ക് വിനാഴിക. പി ചെയ്യുക. പരമോച്ച നില. പരമ പ്ലസ് ഉച്ച പ്ലസ് നില. ഓപ്ഷൻ സി. ശരിയായ പര്യായക്കൂട്ടം കണ്ടെത്തുക. പ്രമാദം. PSC തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? അധ്യാത്മം, ഭൗതികം. നേരെ വാ നേരെ പോ, സത്യസന്ധമായി പെരുമാറുക. ചേർത്തെഴുതുക. മലർ പ്ലസ് കള്ളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കളമെഴുതിക്കാത്ത ഒരു അരജൻ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നത്. PSC തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈരി, വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ്. PSC തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ശരിയായി തിരഞ്ഞെടുത്ത് എഴുതുക. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാര പരവശനാക്കി. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.